Good morning, all of you. How are you all? I am fine. Okay. A book out to Seneda and the table do the phone. I don't want to go. Good morning, Miss. Good morning. Good morning, Miss. Good morning, Miss. Okay, let us start. Yes. Are you ready? Yes. Okay. Yes. Okay. Okay, I'm going to start. Okay. Listen here. അപ്പോൾ നമ്മൾ പുതിയൊരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. Which is your next portion? Wonders of India, right? Okay. Okay. What do you mean by wonders? Wonders of India. Do you know what is that? Wonders. ആർക്കറിയാം? ഇന്ത്യയിലെ വണ്ടേഴ്സ് അല്ലേ? അതായത് മെയിൻലി ഇന്ത്യയിലുള്ള ഓരോരോ വണ്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അത്ഭുതങ്ങളെ കുറിച്ച് അല്ലേ? Some monuments are there. Okay. നോക്കുക. Here are some famous monuments of India. Write their names. Which state do each of them lie in? Write the code. അല്ലേ? കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ? കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ. കുറെ മൊണ്യൂമെന്റ്സിന്റെ പിക്ചർ അല്ലേ? കുറെ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ട് അവിടെ. മൊണ്യൂമെന്റ്സ്. ഓക്കെ. കുറെ മൊണ്യൂമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് വേണം? ആ മൊണ്യൂമെന്റ്സ് ഒക്കെ വിച്ച് സ്റ്റേറ്റിലാണെന്ന് ഫൗണ്ട് ചെയ്യണം. ഓക്കെ. വിച്ച് സ്റ്റേറ്റ് ഡു ഈച്ച് ഓഫ് ദം അല്ലേ? അതിൽ ഓരോന്നും ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉള്ളതെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ട് എഴുതുക. അതിന്റെ കോഡും എഴുതുക. റൈറ്റ്. മനസ്സിലായോ? ഇല്ലല്ലോ. അതായത് കോഡ് എഴുതുക എന്ന് വെച്ചാല് ഓരോ സ്റ്റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഫസ്റ്റ് കോളത്തില് അവിടെ ഓരോരോ മൊണ്യൂമെന്റ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് മൊണ്യൂമെന്റ്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. 7 മൊണ്യൂമെന്റ് ഉണ്ട് അല്ലേ? 7 വണ്ടേഴ്സ് അല്ലേ? There are 7 wonders of India അല്ലേ? 7 ലോക അത്ഭുതങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ 7 അത്ഭുതങ്ങൾ അല്ലേ? 7 wonders of India. They are the 7 names of famous monuments in India. ഇന്ത്യയിലെ famous monuments. 7 famous monuments-ന്റെ names ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്? സ്റ്റേറ്റും കോഡും കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കൊടുത്തിട്ട് ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. A to G കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫൗണ്ട് ചെയ്ത് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൊണ്യൂമെന്റ്സ് നോക്കുക. ഫസ്റ്റ് നെയിം ഈസ് ഹവ മഹൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹവ മഹൽ, സൺ ടെമ്പിൾ, ലോട്ടസ് ടെമ്പിൾ, സാഞ്ചി സ്തൂപ, ഗോൾ ഗുംബസ്, വിക്ടോറിയ മെമ്മോറിയൽ, ബുലന്ദ് ദർവാസ. These are the 7 wonders of India. Okay, right.
These are 7 wonders of India. And then 7 states name. 7 സ്റ്റേറ്റിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, 7 കോഡും കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റേറ്റിൽ നോക്കുക. ഫസ്റ്റ് വൺ ഈസ് ഒഡീഷ. ഒഡീഷ നേരെ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒഡീഷ സ്റ്റേറ്റിലുള്ള മൊണ്യൂമെന്റ് ഏതാണെന്ന് ഫൗണ്ട് ചെയ്യാം. ഓക്കെ, ഏത് ഇതിൽ കൊടുത്തിരിക്കുന്ന 7 വണ്ടേഴ്സിൽ ഏത് മൊണ്യൂമെന്റ് ആണ് ഒഡീഷയിലുള്ളത് എന്ന് എഴുതുക. അപ്പോ ഒഡീഷന്റെ കോഡ് എന്താണ്? ഒഡീഷന്റെ നേരെ നോക്കുക, എന്താണ് കോഡ് കൊടുത്തിട്ടുള്ളത്? ഏതാണ് ലെറ്റർ? എ. ഓക്കെ, ലെറ്റർ എ. ദെൻ ഒഡീഷയിലുള്ള മൊണ്യൂമെന്റ് ഏതാണെന്ന് ഫൗണ്ട് ചെയ്യുക. മുകളില്, അതായത് ആ പിക്ചറിന് മുകളില് ചെറിയൊരു ബോക്സ് ഉണ്ട്, അതില് ഏതാണ് കോഡ് എന്ന് വെച്ചാൽ എഴുതുക. അതായത് ഒഡീഷയിലുള്ള മൊണ്യൂമെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ കുറെ പിക്ചേഴ്സ് ഉണ്ടല്ലേ, അപ്പൊ ഒഡീഷയിലുള്ള മൊണ്യൂമെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അവിടെ ആ മൊണ്യൂമെന്റിന്റെ പേര് എഴുതുക. ആ കോളത്തില് എന്ത് ചെയ്യുക? കോഡും എഴുതുക. കോഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്കൊരു വെറൈറ്റി മെത്തേഡിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് മെയിൻലി പറയുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് ഈ മൊണ്യൂമെന്റ് എന്ന് ഫൗണ്ട് ചെയ്യുക, അത് എഴുതുക, അത്രേ ഉള്ളൂ. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഏതൊക്കെ മൊണ്യൂമെന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യുക, നമ്മൾ എഴുതുക. ഓക്കെ, അതിന്റെ അടുത്ത് അതിന്റെ കോഡും എഴുതുക. വെരി ഈസി. കോഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്, എന്താണ് ഈ കോഡ് എഴുതേണ്ടതെന്ന്. പക്ഷെ കോഡിന്റെ വലിയ കാര്യമൊന്നുമില്ല, അത് കണ്ടുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് ഹവാ മഹൽ അല്ലേ? ഹവാ മഹൽ, സൺ ടെമ്പിൾ, ലോട്ടസ് ടെമ്പിൾ, സാഞ്ചി സ്റ്റുബ, ഗോൾ ഗുംബസ്, വിക്ടോറിയ മെമ്മോറിയൽ, ബുലന്ദ് ദർവാസ. These are the 7 wonders. Okay, Rilu, what happened Rilu? Unmute ചെയ്ത് മോളെ. എഴുതിയോ? I can't hear you മോളെ, റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ റിലു? ഈ പാഠത്തിലെ ഒന്നാമത്തെ ഗോൾ അത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്തെ രണ്ടാമത്തെ ഓക്കെ, ഗോൾ ഗുംബസ് അവിടെ നമുക്കൊരു എന്തുണ്ട്, നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗോൾ ഗുംബസ്. ഓക്കെ, അത് നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഗോൾ ഗുംബസ്. അത് നോക്കുക. അവിടെ നമ്പർ 1 ഗോൾ ഗുംബസ് അല്ലേ? ആ മൊണ്യൂമെന്റ് അല്ലേ, ഈ പിക്ചറിൽ കാണുന്ന മൊണ്യൂമെന്റ് ഗോൾ ഗുംബസ് മൊണ്യൂമെന്റ് ആണ്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. അപ്പോ അതിന്റെ കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ലെറ്റർ ബി. അതാണ് അതിന്റെ കോഡ്. അപ്പൊ നോക്കുക. അപ്പോ നമ്മൾ മുകളില് കോഡ് കൊടുത്തിട്ടുള്ളത് നോക്കുക. ബി കോഡിൽ വരുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് നോക്കുക. ഓക്കെ, ബി കോഡിൽ ഏതാണ് മോളെ റിലു? ബി കോഡിലുള്ള സ്റ്റേറ്റ് ഏതാണ്? വെസ്റ്റ് ബംഗാൾ. ബി ഈസ് വെസ്റ്റ് ബംഗാൾ. ബി, ലെറ്റർ ബി. ഓക്കെ, എഡ്വിൻ പറയുമോനെ. എഡ്വിൻ? കർണാടക. ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. നോക്കുക, കർണാടകയുടെ നേരെ നോക്കുക. ബി ആണ് കോഡ്. അപ്പോ നമുക്ക് എഴുതേണ്ട ഒരു മോഡലാണ് അവിടെ തന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എങ്ങനെ എഴുതുകയെന്ന്? അതായത് മൊണ്യൂമെന്റിന്റെ നെയിം എഴുതുക, സൈഡിൽ ഏത് സ്റ്റേറ്റിലാണെന്ന് കണ്ടുപിടിച്ച ശേഷം അതിന്റെ കോഡ് എഴുതുക. ഇപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിള് ഗോൾ ഗുംബസ് മൊണ്യൂമെന്റ്. ഓക്കെ, ഗോൾ ഗുംബസ് മൊണ്യൂമെന്റ് ഈസ് ഇൻ കർണാടക സ്റ്റേറ്റ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുള്ള കോഡ് ബി ആണ്. അപ്പോ ബി കോഡ് കൊടുത്തിരിക്കുന്നത് കർണാടകയ്ക്കാണ്. അപ്പൊ ഗോൾ ഗുംബസ് എന്ന് പറഞ്ഞ മൊണ്യൂമെന്റ് ഉള്ളത് കർണാടക സ്റ്റേറ്റിലാണ്. ഓക്കെ, സൈഡിൽ കൊടുത്തിട്ടുള്ളത് ബി ആണ് കോഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് വൺ അവിടെ കോഡോ മൊണ്യൂമെന്റിന്റെ നെയിമോ ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആണല്ലേ, ഓൺലി പിക്ചർ. അവിടെ ഒരു പിക്ചർ മാത്രം ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം സെക്കൻഡ് വൺ ഏതായിരിക്കും. സെക്കൻഡ് വൺ ബിൽഡിങ് ഏതാണെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. ഓക്കെ, ബിൽഡിംഗ് ഏതാണ് ഇവിടെ സെക്കൻഡ് വൺ കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം.
ആ ബിൽഡിംഗ് ഏതാണെന്ന് അറിയോ ആർക്കെങ്കിലും? വിച്ച് മോണ്യൂമെന്റ് ഈസ് ദാറ്റ്? ഡു യു നോ വിച്ച് മോണ്യൂമെന്റ്? ഓക്കെ, ദാറ്റ് ഈസ് സാഞ്ചി സ്തൂപ ആണത്. സാഞ്ചി സ്തൂപ. ഓക്കെ, ദാറ്റ് ഈസ് സാഞ്ചി സ്തൂപ. ഓക്കെ, റൈറ്റ്. റൈറ്റ് ദെയർ, സാഞ്ചി സ്തൂപ. സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്ത് നോക്കി എഴുതുക. അവിടെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്, തെറ്റിക്കാൻ പാടില്ല. SANCHI, സാഞ്ചി സ്തൂപ. ഓക്കെ, എഴുതിയോ? യെസ്. സ്തൂപ എഴുതിയോ? സാഞ്ചി സ്തൂപ ഏത് സ്റ്റേറ്റിലാണെന്ന് നമ്മൾ ഇനി ഫൗണ്ട് ചെയ്യണം. ഓക്കെ, സാഞ്ചി സ്തൂപ ഏത് സ്റ്റേറ്റിലാണെന്ന് ഫൗണ്ട് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരാം. സാഞ്ചി സ്തൂപ ഉള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശാണ്. എന്താണ് ബെനീറ്റ? എന്താണ് മോളെ? ഓക്കെ ഓക്കെ, അപ്പോ സാഞ്ചി സ്തൂപ ഉള്ളത് മധ്യപ്രദേശിലാണ്. അപ്പോ മധ്യപ്രദേശിന് നേരെയുള്ള കോഡ് ഏതാണെന്ന് നോക്കുക. വിച്ച് കോഡ് ഈസ് ദാറ്റ്? മധ്യപ്രദേശ്. ഡി. ഓക്കെ, ഡി. അപ്പോ സാഞ്ചി സ്തൂപ എന്ന് എഴുതുക. കോഡ് എഴുതാനുള്ള അവിടെ ഡി എന്ന് എഴുതുക. ഓക്കെ, റൈറ്റ്. റിലു എഴുതിയോ മോളെ? റിലു കോഡ് ഡി എഴുതുക. മധ്യപ്രദേശ് ഡി ആണല്ലേ. ഡി കൊണ്ടാണ് മധ്യപ്രദേശിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ മധ്യപ്രദേശ് എഴുതുക, ഡി എഴുതുക. ഓക്കെ, മധ്യപ്രദേശ് എഴുതണ്ട, സോറി. ഡി മാത്രം, കോഡ് മാത്രം എഴുതുക. സാഞ്ചി സ്തൂപ എഴുതുക, കോഡ് എഴുതുക. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഓർഡറിൽ തന്നെ ചെയ്ത് പോകാം. അതായത് മോണ്യൂമെന്റ്സിന്റെ അവിടെ കുറെ നെയിം കണ്ടോ? നമുക്ക് കുറച്ചുകൂടെ ഫൗണ്ട് ചെയ്യാൻ ഈസി ആണത്. ഓക്കെ, അപ്പൊ മോണ്യൂമെന്റ്സ് എന്ന് കൊടുത്തിട്ടുള്ള നെയിം നോക്കുക. ഫസ്റ്റ് വൺ ഹവാ മഹൽ ആണ് അല്ലേ? ഹവാ മഹൽ. ഓക്കെ, ഹവാ മഹൽ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പിക്ചേഴ്സ് വി ക്യാൻ ഫൗണ്ട് വിച്ച് വൺ ഈസ് ഹവാ മഹൽ in these pictures. അല്ലേ? ഈ 7 പിക്ചേഴ്സിൽ ഏതാണ് ഹവാ മഹൽ എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഹവാ മഹൽ ഏതാണെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യുക. വിച്ച് സ്റ്റേറ്റിലാണെന്ന് ഫൗണ്ട് ചെയ്യുക, കോഡ് എഴുതുക. ഓക്കെ, ഹവാ മഹൽ, വാട്ട് ഡു യു മീൻ ബൈ ഹവ? ഹവ എന്നുള്ള വേർഡിന്റെ മീനിങ് അറിയോ? അറിയോ റിലു? ഓക്കെ, പറഞ്ഞ മോളെ റിലു. അറിയില്ല അല്ലേ? ഓക്കെ, ആർക്കാ അറിയാം ഹവ എന്നുള്ള വേർഡിന്റെ മീനിങ്? എല്ലാവർക്കും ഹിന്ദി ഒക്കെ പഠിക്കാനല്ലേ? ഹവ ഈസ് ഹിന്ദി വേർഡ് ഐ തിങ്ക്. ഓക്കെ, ജെവിൻ ജേക്കബിന് അറിയാമോ? ജെവിൻ അൺമ്യൂട്ട് ചെയ്ത മോനെ. ജെവിൻ. ഓക്കെ, റൈറ്റ്. കാറ്റ് എന്നുള്ളതാണ് ഹവ എന്നുള്ള വേർഡിന്റെ മീനിങ് അല്ലേ? ഹാവ്, കാറ്റ് എന്നുള്ളതാണ് ഹവ എന്നുള്ള വേർഡിന്റെ മീനിങ്. ഓക്കെ, അപ്പോ ഹവാ മഹൽ മീൻസ് പാലസ് ഓഫ് വിൻഡ് അല്ലേ? കാറ്റ്, വിൻഡിന്റെ പാലസ് ആണത്. കാറ്റ്, കാറ്റിന്റെ പാലസ് എന്നാണ് മീനിങ് ഓഫ് ഹവ. ഹവാ മഹൽ ഈസ്, മഹൽ ഈസ് ഓൾസോ എ ഹിന്ദി വേർഡ്. ഓക്കെ, ഹവാ മഹൽ മീൻസ് പാലസ് ഓഫ് വിൻഡ്, കാറ്റിന്റെ പാലസ്. ഓക്കെ, എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഈ ഹവാ മഹലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം മോണ്യൂമെന്റ്, അതിന്റെ പിക്ചർ നോക്കുക. ഓക്കെ, നമ്പർ 3 ആണ് പിക്ചർ. നിങ്ങൾക്ക് ഇപ്പോ അറിയാൻ വേണ്ടി പറയാണ്. നമ്പർ 3 നോക്കുക. ദാറ്റ് ഈസ് ഹവാ മഹൽ. ഓക്കെ, ആ പിക്ചർ നിങ്ങൾ നോക്കുക. ഒരുപാട് വലിയതാണല്ലേ ഇത്? വെരി ലാർജ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബിഗ് പാലസ്, വെരി ബിഗ്. ആൻഡ് ദിസ് ഹാവ് ലോട്ട്സ് ഓഫ് വിൻഡോസ് ആർ there. ഒരുപാട് വിൻഡോസ് ഉണ്ട് അതിന്, ഒരുപാട്. ഐ തിങ്ക് 953 ഐ തിങ്ക് അത്രയും ജനലുകൾ ഉണ്ട്. നോക്കുക, നമ്മുടെ വീടിന് എത്ര ജനൽ ഉണ്ടാവും കൂടിപ്പോയാലല്ലേ? അതുപോലെ ഈ ഹവാ മഹലിന്
എത്ര വിൻഡോസ് ഉണ്ട്? 953 windows are there. I think almost 953 windows are there. അപ്പോ അത്രയും വിൻഡോസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? നല്ല കാറ്റുണ്ടാവും അല്ലേ? നന്നായിട്ട് കാറ്റുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പാലസ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത്. കാറ്റിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ഭയങ്കര കാറ്റാണ് അതിന്റെ അകത്തേക്ക് അല്ലേ? നമ്മുടെ റൂമിൽ തന്നെ ജനലുകൾ ഉണ്ടാവുമ്പോ എന്താണ്? കാറ്റ് വരും നന്നായിട്ട് അല്ലേ? അപ്പോ 953 windows are there because of that very cool അല്ലേ? അതിന് അത്രയും വിൻഡോസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് എപ്പോഴും നല്ല കൂൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കാറ്റ് കയറുമ്പോ എന്താണ്? നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ അത്രയും ജനലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദാറ്റ് ഈസ് നോൺ ആസ് പാലസ് ഓഫ് വിൻഡ് ഓർ പാലസ് ഓഫ് ബ്രീസ്. കാറ്റിന്റെയോ കൊട്ടാരം എന്നാണ് അത് അറിയപ്പെടുന്നത്, പാലസ് ഓഫ് വിൻഡ്. ഓക്കെ, അപ്പോ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാല് പണ്ട് കാലത്തുള്ള റോയൽ ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ, പണ്ട് രാജഭരണായിരുന്നല്ലേ, നമ്മുടെ പോലെ ഡെമോക്രസി അല്ല. പണ്ട് രാജഭരണം ഉണ്ടായിരുന്നപ്പോ എന്താണ്? അവിടുത്തെ റോയൽ ലേഡീസിന് അല്ലേ, രാജകൊട്ടാരത്തിലെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, ഓക്കെ, അവർക്ക് എവിടെയും സ്ട്രീറ്റിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോകാൻ സമ്മതിക്കില്ല. അപ്പൊ എന്ത് വേണം? അവർക്ക് സ്ട്രീറ്റിൽ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഹവാമഹൽ. ആ ഹവാമഹലില് കയറി നിന്നിട്ടാണ് അവര് അവരുടെ ടൗണിൽ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണുക. അതിനും കൂടെ വേണ്ടിയിട്ടാണ് കുറെ വിൻഡോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊട്ടാരത്തിലെ സ്ത്രീകളെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും കാണാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഹവാമഹലിൽ കയറി ഇരുന്നിട്ടാണ് അവര് സ്ട്രീറ്റിൽ നടക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ കാണുക. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ലോട്ട്സ് ഓഫ് വിൻഡോസ് ആർ കൺസ്ട്രക്റ്റഡ് ദെയർ. അവിടെ അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് വിൻഡോസും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രീറ്റിൽ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ റോയൽ ലേഡീസിന് കാണാൻ വേണ്ടി. റോയൽ ലേഡീസ് പുറത്തൊക്കെ ഇറങ്ങി നടന്നാല് എന്തുണ്ടാവും? എല്ലാവരും അവരെ കാണും അല്ലേ? അപ്പൊ ആരും അവരെ കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ്. ആരാണ് മ്യൂട്ട് ആകാതിരിക്കുന്ന ഒരാള്? ആരേലും മ്യൂട്ട്? എഡ്വിൻ ആണല്ലേ മോനെ. ഓക്കെ ഓക്കെ, അപ്പോ ആരെങ്കിലും റോയൽ ലേഡീസ് ഒക്കെ പ്രോഗ്രാം ഒക്കെ, സ്ട്രീറ്റിൽ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്തതാണ് ഹവാമഹൽ. ഇറ്റ്സ് എ പാലസ് ഇൻ ജയ്പൂർ ഇൻ ഇന്ത്യ. ഇറ്റ്സ് എ ജയ്പൂർ ഇൻ ഇന്ത്യ അല്ലേ? അത് ജയ്പൂരിലാണ് ഉള്ളത്, ഇന്ത്യയിലെ. Then was built in 1799 AD by Maharaja Savai Pratap Singh. Tallest building in the world without a foundation. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് അതിന് ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ആണ് അല്ലേ? നമ്മള് സാധാരണയായിട്ട് ഒരു ബിൽഡിംഗ് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് എന്താണ് കൺസ്ട്രക്ട് ചെയ്യുക? ഫൗണ്ടേഷൻ ആണ് അല്ലേ? ഫൗണ്ടേഷൻ നന്നായില്ലെങ്കിൽ ബിൽഡിംഗ് നന്നായില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ വിത്തൗട്ട് ഫൗണ്ടേഷൻ it is the largest building in India. Okay, sorry, in the world. Without foundation, that's the largest building in the world. അതാണ് largest building ആണ് without foundation. Okay. Okay, listen here. This is Hawa Mahal is in Jaipur. This is the largest building in world without foundation. Okay. It is also known as Palace of Wind. Okay. Palace of Wind എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റോയൽ ലേഡീസിന് സ്ട്രീറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കാലത്ത് അവര് ഈ ബിൽഡിങ്ങിന്റെ, ഈ പാലസിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് സ്ട്രീറ്റിൽ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണുക. അതായത് ഒരുപാട് വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിലൂടെ നോക്കിയിട്ടാണ് അവര് താഴെ
നമ്മുടെ സ്ട്രീറ്റിൽ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണുക. ഓക്കെ ഓക്കെ ജോയൽ, എന്താണ് ജോയൽ? ഇഫ് എനി പ്രോബ്ലം ഈസ് there? ഓക്കെ ഓക്കെ അപ്പോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ വെറുതെ ആരും ഓരോരോ ചാറ്റോ അല്ലെങ്കിൽ എന്താണ് ഓരോ സിമ്പിൾസോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇവിടെ കാണുമ്പോ അല്ലെ, ഇപ്പൊ ജോയൽ എന്ത് ചെയ്തു? ഒരു സിമ്പിള് ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ അപ്പൊ മിസ് എന്താണ് കരുതുക? എന്തോ പറയാനുണ്ട് എന്നാണ് കരുതുക അല്ലെ. അപ്പോ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആവും. ഇപ്പൊ ജോയലിനോട് ഞാൻ ചോദിച്ചു, ജോയലിനൊന്നും പറയാനില്ല. അപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുക. ഓക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതുള്ളത്. റിലു, സിറ്റ് പ്രോപ്പർലി. ഓക്കെ എന്താണ് മോളെ എയ്മി? അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ മോളെ എയ്മി. Teacher, Hawamahal. Teacher. എന്താണ് മോളെ? I can't hear you, Amy. Okay, പറഞ്ഞു മോളെ. ഹവാമഹൽ എത്രയാ ടീച്ചർ? ഹവാമഹൽ ഏത് പിക്ചർ ആണെന്നാണ് മോളെ? അതെ. Third picture മോളെ, number 3. Number 3 is Hawa Mahal. Okay. Second one is Sanchi Stupa. First Yes. one is Gol Gumbaz. Number 3 is Hawa Mahal. Okay. Appo Hawa Mahal. Okay. Amy. Number 3. Okay. Number 3 ide avade ellaru Hawa Mahal nu ezhuda. Okay. Then Hawa Mahal is number 3. അത് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ ഹവാ മഹൽ ഈസ് ഇൻ രാജസ്ഥാൻ. ഓക്കെ ഹവാ മഹൽ ഈസ് ഇൻ രാജസ്ഥാൻ. ഓക്കെ അപ്പോ രാജസ്ഥാൻ എന്നല്ല നമ്മൾ എഴുതേണ്ടത്, രാജസ്ഥാന്റെ കോഡ് ഏതാണെന്ന് നോക്കുക. റൈറ്റ് ദാറ്റ് കോഡ് ഇൻ ദാറ്റ് കോളം. ഓക്കെ കോഡ് എഴുതുക. ഓക്കെ ഏതാണ് രാജസ്ഥാന്റെ കോഡ്? ഏതാണ്? വിച്ച് കോഡ്? C. Okay. C. C is Rajasthan. Okay. Hawa Mahal is in Rajasthan. Okay. Hawa Mahal. Siddhante mone ezhudiyoda? Siddhant Krishna ezhudiyo? Number 3 Hawa Mahal. Code C. Okay. Number 1 is Gol Gumbaz. Code B is there. Avada kodutittundo or example. Number 2 Sanchi Stupa. Sanchi Stupa in Madhya Pradesh, code D. Okay. Sanchi Stupa in Madhya Pradesh, code D. And then third one is Hawa Mahal is in Rajasthan. Okay. Rajasthan is code number C. Okay. Then next one. Sun Temple അല്ലേ? Sun Temple നോക്കാം നമുക്ക്. ഹവാ മഹൽ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് Sun Temple ആണ് അല്ലേ? Sun Temple എന്ന് വെച്ചാൽ എന്താണ്? Sun Temple. Sun means അല്ലേ നമ്മുടെ സൺ അല്ലേ, സൂര്യൻ. അപ്പോ സണ്ണിനോടുള്ള ഒരു റെസ്പെക്ട് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അല്ലേ. സൺ ഈസ് ഈക്വൽ ടു എ ഗോഡ് അല്ലേ. സൂര്യനെ നമ്മള് ഗോഡായിട്ട് കണക്കാക്കാറുണ്ടല്ലേ. സൂര്യഭഗവാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചില ആൾക്കാർക്ക് നമ്മുടെ ഇവിടെയുള്ള ഗോഡ് പോലെ മറ്റു കൺട്രീസിലല്ലേ ഒരുപാട് സ്ഥലത്തൊക്കെ സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? പൂജിക്കുന്നുണ്ട് അല്ലേ. സൂര്യഭഗവാന് വേണ്ടി അമ്പലങ്ങളുണ്ട്. സൂര്യനെയാണ് അവർ പ്രാർത്ഥിക്കുക അല്ലേ. അവര് നല്ല റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗോഡായിട്ട് തന്നെയാണ് സൂര്യനെ കണക്കാക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ? നമ്മള് സൂര്യനെ ഒന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല അല്ലേ. നല്ല വെയിലത്ത് സൂര്യനെ കാണുമ്പോ നമുക്ക് ദേഷ്യം വരിക അല്ലേ. പക്ഷേ ചില ആൾക്കാർക്ക് എന്താണ്? സൺ ഈസ് എ ഗോഡ് അല്ലേ. സൺ ഈസ് ഈക്വൽ ടു ഗോഡ്. ദേ അഡ്മയർ സൺ. ഓക്കെ ചില ആൾക്കാര് സൂര്യനെയാണ് ആരാധിക്കുക. അപ്പോ സൺ ടെമ്പിൾ വാസ് ബിൽറ്റ് ഇൻ 13th century and designed as a
gigantic chariot of the sun അല്ലേ? സണ്ണിനോടുള്ള വലിയ ആരാധന കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾ ആണത്. ടെമ്പിൾ മീൻസ് ക്ഷേത്രം അല്ലേ? അത് പൂജയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് സൺ ടെമ്പിൾ. അപ്പോ സൺ ടെമ്പിൾ എവിടെയാണ് എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്ത് എഴുതേണ്ടത്. നമുക്കിപ്പോ എല്ലാം എവിടെയാണെന്ന് ഫൗണ്ട് ചെയ്തിട്ട് കോഡും എഴുതാം. അപ്പോ ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്ത് പോയാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമുക്ക് ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണ്, കോഡ് ഏതാണെന്ന് ഫൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോ മോണ്യുമെന്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ സൺ ടെമ്പിൾ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. I think Sun Temple is in, please wait. Okay. Okay, Sun Temple is in ഒഡീഷയിലാണ് സൺ ടെമ്പിൾ. ഓക്കെ, സൺ ടെമ്പിൾ ഈസ് ഇൻ ഒഡീഷ. ഒഡീഷന്റെ കോഡ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, സൺ ടെമ്പിൾ ഈസ് ഇൻ ഒഡീഷ. ഓക്കെ, ഒഡീഷന്റെ കോഡ് ഏതാണ്? കോഡ് നമ്പർ എ. ഓക്കെ, എ ആണല്ലേ. അലൻ, എന്താണ് അലൻ? സൺ ടെമ്പിൾ ഏത് പിക്ചറിന്റെ അകത്ത് എഴുതണ്ടേ? ഓക്കെ, സോറി, ഞാനത് പറഞ്ഞില്ല അല്ലേ. സൺ ടെമ്പിൾ നമ്പർ 7. ഓക്കെ, നമ്പർ 7 ആണ് സൺ ടെമ്പിൾ. ഓക്കെ, നമ്പർ 7. താങ്ക് യു. നമ്പർ 7 ഈസ് സൺ ടെമ്പിൾ. അതിന്റെ കോഡ് എഴുതുക. 7 എന്നുള്ള പിക്ചറിന്റെ അടുത്ത് എന്ത് ചെയ്യുക? സൺ ടെമ്പിൾ എന്ന് എഴുതുക. സ്പെല്ലിങ് തെറ്റിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നോക്കി എഴുതുക. സൺ ടെമ്പിൾ എന്ന് എഴുതുക. കോഡ് സൺ ടെമ്പിൾ ഈസ് ഇൻ ഒഡീഷ സ്റ്റേറ്റ് ബിക്കോസ് കോഡ് ഈസ് എ. ഓക്കെ, എ ആണ് സൺ ടെമ്പിൾ ഇൻ ഒഡീഷ. കോഡ് ലെറ്റർ എ. ഓക്കെ, ദെൻ നോക്ക, സാഞ്ചി സ്തൂപ നമ്മൾ ചെയ്തു. ഗോൾ ഗുംബസ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വിക്ടോറിയ മെമ്മോറിയൽ ഈസ് നെക്സ്റ്റ് വൺ. വിക്ടോറിയ മെമ്മോറിയൽ. ഓക്കെ, വിക്ടോറിയ മെമ്മോറിയൽ. Victoria Memorial is number 4. Okay, number 4 is Victoria Memorial. അതായത് ഹവാ മഹലിന് താഴെ ഉള്ള പിക്ചർ ആണ് എന്താണ്? വിക്ടോറിയ മെമ്മോറിയൽ. ഓക്കെ, വിക്ടോറിയ മെമ്മോറിയൽ. ഓക്കെ, റൈറ്റ് ദർ. വിക്ടോറിയ മെമ്മോറിയൽ ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലാണ് വിക്ടോറിയ മെമ്മോറിയൽ ഉള്ളത്. ഓക്കെ, Victoria Memorial is in West Bengal. WESTBENGAL. Bengal, West Bengal. Okay, അപ്പൊ കോഡ് ഏതാണെന്ന് മനസ്സിലായില്ലേ? കോഡ് ലെറ്റർ ജി. ഓക്കെ, വിക്ടോറിയ മെമ്മോറിയൽ, വെസ്റ്റ് ബംഗാൾ, കോഡ് ജി. ഓക്കെ, ദെൻ പിന്നെ ഏതാണ്? ലാസ്റ്റ് വൺ Buland Darwaza. Only one picture is remaining there. Buland Darwaza. That is Lotus Temple. ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. പറഞ്ഞിട്ടില്ല അല്ലേ? ലോട്ടസ് ടെമ്പിൾ, സൺ ടെമ്പിൾ കഴിഞ്ഞിട്ട് ഇനി നമ്മള് ലോട്ടസ് ടെമ്പിൾ പറഞ്ഞോ? കോഡ് എത്രയാന്ന് പറഞ്ഞില്ലല്ലോ. നമ്പർ 6 അല്ലേ? നമ്പർ 6 ആണ് ലോട്ടസ് ടെമ്പിൾ. അത് നമ്മൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ ഫൗണ്ട് ചെയ്യാൻ പറ്റും. ലോട്ടസ് ടെമ്പിൾ അല്ലേ? അതിന്റെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ്. ഗൈസ്, വാട്ട് ആർ യു ഡൂയിങ് there? ഗൈസ്, എഴുതുക. നിങ്ങളെല്ലാം വലിയ കുട്ടികളായി അല്ലേ? ഇനിയിപ്പോ പേരൻസിനെ ബുദ്ധിമുട്ടിക്കരുത്. ക്ലാസ് നടക്കുന്ന ടൈമിൽ എഴുതാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എഴുതുക. പേരൻസിന് ഒരുപാട് ഡ്യൂട്ടിക്കിടയിൽ നിങ്ങളുടെ ഡെയിലി ഒരു ദിവസത്തെ ക്ലാസ് മുഴുവൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അവർക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. അതല്ലേ ഗൈസ്?
കുഞ്ഞു വാവയുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എഴുതാൻ പറയുന്നത് പേരൻസ് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യണം? വേഗം എഴുതുക. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, എഴുതുക. ഹോംവർക്ക് അല്ലല്ലോ, ഓൺ ലൈവ് ക്ലാസ്സിലാണ് എഴുതാൻ പറയുന്നത് അല്ലേ? ഹോംവർക്ക് ആണെങ്കിൽ പേരൻസ് ഹെൽപ്പ് ചെയ്യണം. ഇപ്പോ അത് നോക്കി എഴുതാൻ നിങ്ങൾക്കായി. 3rd ക്ലാസ്സിലാണ് എല്ലാവരും അല്ലേ? LKG UKG ആണോ? 1st 2nd ആണോ? അല്ല, you are studying in 3rd standard. Okay. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? കോളത്തില് എന്തുണ്ട്? പേരുണ്ട്. അത് നോക്കിയിട്ട് മിസ് പറയുന്ന പിക്ചറിന്റെ അടിയിൽ എഴുതുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ എൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ ക്ലാസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പേരൻസിന് അവരുടെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് വീട്ടിൽ അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പറയുന്നത് ശ്രദ്ധിച്ച് എഴുതുക. നിങ്ങളുടെ ക്ലാസ് മുഴുവൻ ഇരുന്ന് കഴിഞ്ഞാല് എന്താണ്? അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഓക്കെ. Then number 6 is Lotus Temple. Lotus Temple is in New Delhi. Okay. കോഡ് എഴുതുക. ന്യൂ ഡൽഹി ഏതിലാണെന്ന് നോക്കുക. ലോട്ടസ് ടെമ്പിൾ is in New Delhi. കോഡ് ലെറ്റർ E. Okay. കോഡ് ലെറ്റർ E ആണ് ലോട്ടസ് ടെമ്പിൾ. And last one is Buland Darwaza. Number 5. Buland Darwaza is in, ഇനി ഒരു സ്റ്റേറ്റ് മാത്രമാണ് അല്ലേ? റിമൈനിങ് 1 സ്റ്റേറ്റ് is there. Buland Darwaza is in ഉത്തർപ്രദേശ്. ഓക്കെ. കോഡ് നമ്പർ F. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ് ആണ്, ഏത് കോഡാണെന്നുള്ളത് മാത്രം ഇന്ന് എഴുതി വെക്കാം. ഈ മോണ്യുമെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമ്മൾ 1-2 പറഞ്ഞു അല്ലേ? ഹവാമഹലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സാഞ്ചി സ്തൂപയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ എന്താണ്? ഇപ്പൊ നമ്മൾ ഇത് എഴുതി നീറ്റാക്കി വെക്കുക. അപ്പൊ ഫസ്റ്റ് വൺ നോക്കുക. ഗോൾ ഗുംബസ്. ഗോൾ ഗുംബസ് ഈസ് ഇൻ Karnataka. Okay. Gol Gumbaz is in Karnataka. Code letter B. And next one is Sanji Stupa. Sanji Stupa in Madhya Pradesh. Code D. Then third one Hawa Mahal is in Rajasthan. Code C. നോക്കുക, എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കുക. എഴുതാത്തവർ എഴുതുക. Okay. Then Gol Gumbaz. Okay. Then Hawa Mahal is in Rajasthan. Code number C. Fourth one is Victoria Memorial is in, where is Victoria Memorial? Is in West Bengal. Code G. Okay. Okay. Victoria Memorial is in code G. Fifth one is Buland Darwaza. Buland Darwaza is in Uttar Pradesh. Code F. Okay. Then sixth one is Lotus Temple. Lotus Temple is in New Delhi. Code is E. Code E. And then Sun Temple. Sun Temple is in Odisha. Code A. Okay. Right. എല്ലാരും എഴുതിയോ? ഓക്കെ. അപ്പോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക് ഉണ്ട്. എന്താന്ന് വെച്ചാല് ആദ്യം ദീസ് ആർ ദ 7 wonders of India എന്ന് എഴുതുക. ഓക്കെ. 7 wonders of India. അല്ലെങ്കിൽ പോർഷന്റെ ഹെഡിങ് കൊടുക്കുക, wonders of India. Then monument എഴുതുക നോട്ട്ബുക്കിൽ in your GK notebook. ഓക്കെ. മോണ്യൂമെന്റ് എഴുതുക. ഓരോ മോണ്യൂമെന്റിന്റെയും ഈ 7 വണ്ടേഴ്സിന്റെ നെയിം താഴെ എഴുതുക. ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണെന്ന് എഴുതുക. അതായത് വണ്ടേഴ്സ് ഓഫ് ഇന്ത്യ, മോണ്യൂമെന്റ്, സ്റ്റേറ്റ്. ഓക്കെ. കോഡൊന്നും എഴുതണ്ട. മോണ്യൂമെന്റ്, സ്റ്റേറ്റ്. ഈ മോണ്യൂമെന്റ് ഒക്കെ ഏത് സ്റ്റേറ്റിലാണെന്ന് മാത്രം ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. എന്താണ് അലൻ മാത്യു? ഇതിന്റെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. നമ്പർ 5 ആണോ മോനെ? യെസ്. ബുലന്ദ് ദർവാസ മോനെ. ബുലന്ദ് ദർവാസ ഈസ് ഇൻ ഉത്തർപ്രദേശ്. കോഡ് F ആണ്. ബുലന്ദ് ദർവാസ F. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാത്തെ? ഇല്ലല്ലോ. എല്ലാവരും നമ്മള് ഇത് മുഴുവൻ ഫില്ല് ചെയ്തില്ലേ? ടെക്സ്റ്റിൽ ഉള്ളത് മുഴുവൻ ഫില്ല് ചെയ്തു. എന്താണ് മോനെ എഡ്വിൻ? പറഞ്ഞു മോനെ. ടീച്ചർ മോണ്യുമെന്റ്സ് എന്ന് എഴുതിയിട്ട് അതൊരു ബോക്സിനകത്ത് എഴുതി വെച്ചിട്ട് സ്റ്റേറ്റ് എഴുതിട്ട് ആണോ?
അങ്ങനെയൊന്നും എഴുതണ്ട മോനെ എഡ്വിൻ. മൊണ്യൂമെന്റ് എഴുതുക, 7 മൊണ്യൂമെന്റിന്റെയും പേര് എഴുതുക, പിന്നെ സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. അതൊക്കെ ഏത് സ്റ്റേറ്റിലാണെന്ന് കറക്റ്റ് ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണത്. ഏത് മൊണ്യൂമെന്റ് ഏത് നമ്മുടെ എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ വരണമെന്നില്ല അല്ലെ. ഇന്ന മൊണ്യൂമെന്റ് വിച്ച് സ്റ്റേറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിലിപ്പോ കോഡൊക്കെ ഉണ്ട്, പക്ഷെ കോഡിന്റെ മെത്തേഡിൽ നിങ്ങൾക്ക് വരാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഏത് സ്റ്റേറ്റ് ഏത് മൊണ്യൂമെന്റിലാണെന്ന് അറിഞ്ഞാൽ കോഡ് നമുക്ക് എഴുതാലോ. ഓക്കെ ടീച്ചർ, ഈ ഹവാമഹൽ എഴുതിയിട്ട് അതിന്റെ നേരെയാണോ സ്റ്റേറ്റ് എഴുതണ്ടേ? ഹവാ മഹൽ എഴുതുക, നേരെ രാജസ്ഥാൻ എഴുതുക. അതായത് ടോപ്പിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നില്ലേ, മൊണ്യൂമെന്റ് എന്ന് കൊടുത്തിട്ട് താഴെ ഈ മൊണ്യൂമെന്റ് ഒക്കെ എഴുതുക, 7 മൊണ്യൂമെന്റ്. പിന്നെ നേരെ അപ്പുറം എന്തെഴുതുക, സ്റ്റേറ്റ് എഴുതുക. താഴെ 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 ഓരോ മൊണ്യൂമെന്റ് ഏത് സ്റ്റേറ്റിലാണെന്ന് എഴുതുക. അതായത് മൊണ്യൂമെന്റ് ഫസ്റ്റ് വൺ ഹവാ മഹൽ, സ്റ്റേറ്റ് രാജസ്ഥാൻ. നെക്സ്റ്റ് വൺ ഇപ്പോ സൺ ടെമ്പിൾ, സ്റ്റേറ്റ് ഒഡീഷ. അങ്ങനെ. ഓക്കെ, മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഇത് നോട്ട്ബുക്കിൽ ഇന്ന് തന്നെ എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവണം. എന്താണ് മോളെ എയ്മി പറ മോളെ. രണ്ടാമത്തെ എത്രയാ? എന്താ? അതായത് സാഞ്ചി സ്റ്റൂപ്പയാണോ മോളെ?